പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗസ്റ്റായി കേരളത്തിലെത്തിയെന്ന വാർത്തകളും തുടർന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണവുമെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇതിനിടെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതും അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരൻ്റെ ബൈറ്റ് എടുത്തതും വിവാദമായി. പല കോണുകളിൽ നിന്നും ഇതിനെ വലിയ വിവാദമാക്കി വളർത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും പൊതുജനവും നടത്തിയ പക്വമായ ഇടപെടൽ വിവാദത്തെ തീപിടിപ്പിച്ചില്ല. ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തിലാണെന്നും അവർ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയിരുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും രാജ്യദ്രോഹം ചെയ്തയാളെ ബോധപൂർവം സർക്കാർ പരിപാടിക്ക് വിളിക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നും മറുചോദ്യം ഉന്നയിച്ചാണ് മന്ത്രി അന്ന് വിവാദങ്ങളോട് പ്രതികരിച്ചത്. അത് ശരിയുമാണ്. എന്നാൽ പൊതുസമൂഹത്തിനിടയിൽ ഒരു ചോദ്യമുയർന്നു. ചർച്ചകളും പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ, സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങൾ, പരസ്യങ്ങൾ തുടങ്ങി ഒട്ടേറെ തലത്തിലും നമുക്ക് നമ്മുടെ ടൂറിസം സെക്ടറിന് പ്രചരണം കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ എന്തിന് ഹരിയാനക്കാരിയായ ഒരു വ്ളോഗറെ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്നു? കാര്യം വളരെ സിമ്പിളാണ്. ഇതാണ് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടൂറിസം സെക്ടറിലാണ്. പരമ്പരാഗത മാധ്യമങ്ങൾക്കൊപ്പമോ അതിനേക്കാൾ മുകളിലോ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വലിയ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർമാർക്കും വ്ളോഗർമാർക്കും സാധിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാനാണ് ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയത്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, എക്സ് തുടങ്ങി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി ഒട്ടേറെ ഇൻഫ്ലുവൻസേഴ്സും വ്ളോഗേഴ്സുമുണ്ട്. ടൂറിസമായും ട്രാവലുമായും ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പുതിയ സ്ഥലങ്ങളും ഫുഡുമെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ട്രാവൽ ആൻഡ് ടൂറിസം വ്ളോഗിംഗ് ഒരു പ്രൊഫഷനായി വളർത്തിയിട്ടുണ്ട്. ടൂറിസം രംഗത്ത് അനവധി സാധ്യതകളുള്ള കേരളം പോലെ ഡെവലപ്പിംഗ് ഡെസ്റ്റിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസേഴ്സിന് വലിയ റോളുണ്ട്. ജെനുവിനായിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിലൂടെയും പേഴ്സണൽ സ്റ്റോറീസ് പറയുന്നതിലൂടെയും ട്രഡീഷണൽ പരസ്യ രീതികളേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ലോകത്താകമാനമുള്ള അനുഭവം പറയുന്നത്. വേണ്ടത്ര പ്രൊമോഷൻ ലഭിക്കാതെ പോയ കേരളത്തിന് ഇത് കാര്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ട്രാവലിങ്ങും ടൂറിസവും ഇഷ്ടപ്പെടുന്നവരിലേക്ക്, അതായത് കറക്റ്റ് ഓഡിയൻസിലേക്ക് ടൂറിസം പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കാൻ സാധിക്കും. സുഹൃത്ത് നൽകുന്ന സജഷൻ പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് പരസ്യമായി തോന്നുകയില്ല. യൂത്തിനെയും ആകർഷിക്കാനും നവീകരിക്കാനും പോരായ്മകൾ പരിഹരിക്കാനും സാധിക്കും. കേരളത്തിൽ ബൊട്ടിക് ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, പ്രാദേശിക കരകൗശല വിദഗ്ധർ, ഭക്ഷണശാലകൾ തുടങ്ങിയവ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഇൻഫ്ലുവൻസേഴ്സിന് വലിയ പങ്കുണ്ട്. ഇൻഫ്ലുവൻസർമാർ മിക്കപ്പോഴും പരിസ്ഥിതി സൗഹാർദ്ദമായ പദ്ധതികളെയും അധികമാരും അറിയാത്ത സ്ഥലങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നത് ടൂറിസം ഡെവലപ്മെൻറ്റിന് ഗുണകരമായ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. മൈ ഫസ്റ്റ് ട്രിപ്പ്, കേരള ബ്ലോഗ് എക്സ്പ്രസ് ഇതുപോലുള്ള പ്രചരണങ്ങളിൽ കേരള ടൂറിസം ഇൻഫ്ലുവൻസറുമായി വിജയകരമായി സഹകരിച്ചിട്ടുണ്ട്. ഇത് കോവിഡ് മഹാമാരിക്ക് ശേഷം സംസ്ഥാനത്തിൻ്റെ ആകർഷണങ്ങൾ കാണിക്കുന്നതിനും യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും സഹായിച്ചു. ഇതിൻ്റെ ഫലമായി വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. COVID-19 പോലുള്ള പ്രതിസന്ധികൾക്ക് ശേഷം ടൂറിസ്റ്റുകളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനും പ്രാദേശിക ബിസിനസ്സുകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഇൻഫ്ലുവൻസർമാർ നയിച്ച പ്രചരണങ്ങൾ നിർണായകമായിരുന്നു. ഓണം, വിഷു, ക്ഷേത്രോത്സവങ്ങൾ, തെയ്യം തുടങ്ങിയ മലയാളികളുടെ പ്രധാന ആഘോഷങ്ങളിൽ ഇൻഫ്ലുവൻസർമാർ നേരിട്ട് പങ്കെടുത്ത് ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ആകർഷകമായ രീതിയിൽ പ്രേക്ഷകർക്ക് അവതരിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഗുണം ചെയ്യുന്നുണ്ട്. സദ്യ, കള്ളുഷാപ്പ്, മത്സ്യവിഭവങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്നുണ്ടെന്ന് ഇൻഫ്ലുവൻസർമാർ വിവരിക്കുകയും പുതിയ രുചികൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. കഥകളി, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തങ്ങൾ, സംഗീതം, നമ്മുടെ റിച്ചായ പൈതൃകം എന്നിവയെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ, മ്യൂസിയങ്ങൾ, പ്രകൃതി സുന്ദരമായ ഇടങ്ങൾ, ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കുകൾ, ഗ്രാമീണ ഭംഗി ഇവിടെയെല്ലാം പോയ അനുഭവങ്ങളും പ്രത്യേകതകളും അവർ മികച്ച രീതിയിൽ വിവരിക്കുമ്പോൾ ഇവിടെ വരണമെന്ന ചിന്ത ടൂറിസ്റ്റുകൾ സൃഷ്ടിക്കാനാവും. ഉത്തരവാദിത്ത ടൂറിസം പോലുള്ള പദ്ധതികൾക്കും ഏറെ ഗുണകരമാണ് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ്. കേരളത്തിന് ടൂറിസം മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നതിന് സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസർമാർക്കുള്ള പങ്ക് വളരെ വലുതാണ്. ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ മനോഹരമായ കാഴ്ചകളും അതിൻ്റെതായ അനുഭവങ്ങളും എത്തിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഗുണങ്ങൾ മാത്രമല്ല ചില വെല്ലുവിളികളും ദോഷങ്ങളുമുണ്ട്. ടൂറിസ്റ്റുകളും ഇൻഫ്ലുവൻസർമാരും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ആകർഷണം. ഇൻഫ്ലുവൻസർമാർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ ഒരു സുഹൃത്തിൻ്റെ ഉപദേശം പോലെ ആളുകൾക്ക് തോന്നുന്നു. ഇത് പരമ്പരാഗത പരസ്യങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസ്യത നൽകുന്നു. എന്നാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ചില പ്രശ്നങ്ങളും ഇതിനുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആധികാരികത ഇല്ലായ്മയാണ്. പണം വാങ്ങി ചെയ്യുന്ന പോസ്റ്റുകൾ പലപ്പോഴും യാഥാർത്ഥ്യമല്ലാത്തതോ അമിതമായി വാണിജ്യവൽക്കരിക്കപ്പെട്ടതോ ആയി തോന്നിയേക്കാം.
ഇത് ഇൻഫ്ലുവൻസർമാർക്ക് പ്രേക്ഷകരുമായുള്ള വിശ്വാസ്യത ഇല്ലാതാക്കും. ഒരു സ്ഥലത്തെക്കുറിച്ച് യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പിന്നീട് ആ സ്ഥലത്തെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. ഇൻഫ്ലുവൻസർമാർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും മനോഹരമായ വശങ്ങൾ മാത്രമായിരിക്കും. നല്ലത് മാത്രം പ്രതീക്ഷിച്ച് വരുന്നവരാവും സഞ്ചാരികൾ. ഇവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ടായാൽ അത് ടൂറിസത്തിന് തിരിച്ചടിയാവും. അതുപോലെ ഡിജിറ്റൽ സാക്ഷരതയുടെ കുറവ് മറ്റൊരു പ്രശ്നമാണ്. ഒരു ഇൻഫ്ലുവൻസർ ഏതെങ്കിലും വിവാദങ്ങളിൽ ഉൾപ്പെടുകയോ കേരളത്തിൻ്റെ സംസ്കാരത്തെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്താൽ അത് ടൂറിസം മേഖലയുടെ സൽപ്പേരിന് ദോഷം ചെയ്യും. ഇൻഫ്ലുവൻസർമാർക്ക് ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള സ്വാധീനം വളരെ വലുതായതിനാൽ ഇത്തരം കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൻ്റെ ഗുണങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കേരളം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ തനതായ മൂല്യങ്ങളെയും ബ്രാൻഡിനെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള ഇൻഫ്ലുവൻസർമാരെ തിരഞ്ഞെടുക്കുക. ജനപ്രിയ കേന്ദ്രങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കാതെ അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങൾക്കും അവസരം നൽകുക. ഡിജിറ്റൽ ടൂറിസം രംഗത്ത് സജീവമാകാൻ പ്രാദേശിക സ്ഥാപനങ്ങൾക്കും സംരംഭകർക്കും പരിശീലനം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്യുക. ആധികാരികതയും കൃത്യമായ ലക്ഷ്യബോധവും ആകർഷകമായ ദൃശ്യങ്ങളുമാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ഈ സാധ്യതകളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ കേരളത്തിന് ടൂറിസം രംഗത്ത് സുസ്ഥിരമായ വളർച്ച കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ.